എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയോ മുട്ട വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. സാധാരണ നമ്മുടെ വീട്ടിൽ കാണുന്ന ചേരുവകൾ മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇഫ്താറിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. 250 ml ഈ ഒരു കപ്പിൽ 3 കപ്പ് അളവിൽ മൈദാമാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് അത് വേണമെങ്കിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു മയത്തിൽ തന്നെ വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വീണ്ടും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ആക്കിയിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മാവ് നല്ല മയത്തിൽ തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി നല്ല മയത്തിൽ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്കിത് ഒരു നല്ല ഷേപ്പിലും ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു മാവിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് ഈ ഒരു മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഈ ഒരു ചട്ടിയിലേക്ക് നമുക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞിട്ടെടുത്താണ്. അപ്പോൾ ഈ ഒരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും, ഇതൊരു 3 ചെറിയ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളൊരു 1-2 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഇനി തീയെ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മൂടി വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് സവാള പെട്ടെന്ന് അങ്ങ് വാടി വന്നോളും. ഇതുപോലെ ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലൊന്നും ആയാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു സവാള അങ്ങ് വഴണ്ടി കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് സവാള നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ സവാള ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ആ ഒരു പൊടികളുടെയൊക്കെ പച്ചച്ചുവ നന്നായിട്ട് മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 പുഴുങ്ങിയ മുട്ടയാണ്. മുട്ട ഓരോന്ന് ഞാനിവിടെ ഒരു 4 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മൈദ മാവിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കട്ടിക്ക് ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിൽ നിന്ന് അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ തന്നെ നമ്മൾ ഉരുളയാക്കി ഇതുപോലെ കൈ കൊണ്ട് ഉരുട്ടിയിട്ടെടുക്കുക. ഒന്ന് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു മാവ് നമ്മൾ അടച്ച് തന്നെ വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ആ ഒരു മാവ് ഇരുന്നങ്ങ് ഉണങ്ങിപ്പോവും. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടി നമുക്കിതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ആ ഒരു മാവിൻ്റെ 2 സൈഡിലും പൊടി ഇതുപോലെ മുക്കിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. നമ്മളിത് റൗണ്ട് ആക്കിയിട്ടല്ല പരത്തേണ്ടത്, അത്യാവശ്യം നമ്മൾ നീളത്തിൽ വേണമെന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇതങ്ങ് നൈസായിട്ട് പരത്തരുത്. ഒരുപാട് നമ്മൾ നൈസായിട്ട് അങ്ങ് പരത്തിയാൽ ആ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. പക്ഷേ ഒരുപാടങ്ങ് കട്ടിയും കൂടാൻ പാടില്ല. ഇതുപോലെ നമ്മളൊന്ന് പരത്തിയിട്ടെടുത്താൽ മതി. ഇനി ഇത് നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു സൈഡൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡെല്ലാം കട്ട് ചെയ്തൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു അറ്റത്ത് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മടക്കി എടുക്കാനുള്ള ഒരു സ്പേസ് വിട്ടതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരേ വലിപ്പത്തിൽ നമ്മളൊരു 9 തവണ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു 9 തവണ വരഞ്ഞ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ഇതിൽ നിന്ന് 2 വള്ളി എടുത്തിട്ട് നമ്മൾ എക്സ് ആകൃതിയിൽ ഒന്നിൻ്റെ അടിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം ഓരോ 2 വള്ളി എടുത്തിട്ട് ഇതുപോലെ ഒന്നിൻ്റെ അടിയിലൊന്ന് ആക്കി കൊടുക്കുക. രണ്ടാമത് നമ്മൾ ഇതുപോലെ ഓരോ വള്ളി എടുത്തിട്ട് ഇതുപോലെ ഒരു എക്സ് ആകൃതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു വള്ളിയെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഉള്ളി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മുട്ടയും കൂടെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരു മൈദയും വെള്ളമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാറ്ററിയില്ലേ, അത് ഇതുപോലെ കുറച്ചൊന്ന് തൂത്ത് കൊടുക്കുക. ഇതുപോലെ മടക്കി എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു അറ്റത്തുനിന്ന് ഇതുപോലെ പതിയെ എടുത്തിട്ടൊന്ന് മടക്കിയിട്ടെടുക്കുക. ആ ഒരു സൈഡെല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഓരോ വള്ളി ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെ അറ്റത്ത് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ഒരു സൈഡെല്ലാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് ഈ ഒരു സൈഡ് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള കേട്ടോ, വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് വേണം ഇത് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളിത് പൊരിക്കാൻ എടുക്കുന്ന സമയത്ത് ആ ഒരു പാത്രത്തിലിരുന്ന് അതങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ മാവും പരത്തിയിട്ട് ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് എടുക്കാണ്. ഒരു മീഡിയം ചൂടായിട്ടുള്ള ഓയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മാവൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഉള്ളിലെ ഒരു ഫില്ലിംഗ് ഒന്നും വേണ്ട ആവശ്യമില്ല. പുറമേയുള്ള ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് വെന്ത് നല്ലപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ തീയെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു എഗ് സമൂസ എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, കാണാനൊക്കെ ആണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഈ ഒരു ഇഫ്താറിനൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.